ഇപ്പോൾ ഒരാൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ ഏറ്റവും നല്ല സമയമാണ്. ഒരു ഇന്ത്യൻ കമ്പനിയുടെ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് ഏകദേശം 3000 രൂപയുള്ളൂ ഒരു മാസത്തെ തെറപ്പിക്ക്. മൊജേറോ, ഓസിംപിക് പോലുള്ള വെയിറ്റ് ലൂസ് പിൽസ് ഒക്കെ. ഈ മരുന്നിൻ്റെ എഫക്റ്റും സൈഡ് എഫക്റ്റും ഏകദേശം ഇപ്പോൾ പല വ്യക്തികൾക്കും ബോഡി ഇമേജ് ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ എപ്പോഴാണ് ഇവർ ഒബീസ് ആണെന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വരുമ്പോഴാണ് ഒരു ഡോക്ടറെ ശരിക്കും ഒരു വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് കാണേണ്ടത്? ഇവർ തന്നെ ഒരു തീരുമാനത്തിൽ കുറേ അപകടങ്ങളുണ്ട്. ബിക്കോസ് ഇവർ തന്നെ ഒരു ബോഡി ഇമേജ് ഇവർ ഇപ്പോൾ ഒരു ഈ നമ്മുടെ ബോഡി ഇമേജ് എന്ന് പറയുന്നത് നമ്മുടെ തലയുടെ ഉള്ള ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ ഈ ഒരു ഇതിന് വന്നതിന് മുമ്പ് എനിക്കൊരു 26-28 വയസ്സുള്ള ഒരു പെൺകുട്ടി എന്നെ വന്ന് സമീപിച്ചിരുന്നു. ഇങ്ങനെ ഇവർക്ക് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവരുടെ BMI 24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയൽ ബോഡി വെയ്റ്റ്. ഇവരുടെ ഹൈറ്റ് എനിക്ക് തോന്നുന്നു ഒരു 168 സെൻറ്റിമീറ്റേഴ്സ്. ഇവരുടെ വെയ്റ്റ് എത്രയോ 70 കിലോസ്. അപ്പോൾ അവർക്ക് 2 കിലോ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദെയർ ഐഡിയൽ ബോഡി വെയ്റ്റ് ആയിരിക്കും. പക്ഷേ അവർക്ക് അവരുടെ ബോഡി ഇമേജിനെ കുറിച്ച് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ധാരണയായിരുന്നില്ല. അവർക്ക് അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഇത്. അവർക്ക് ഇനിയും വെയിറ്റ് കുറയണം, എന്തോ വെയിറ്റ് എന്തോരം കുറഞ്ഞാലും അവർക്ക് മതിയാവില്ല എന്നുള്ള രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടില്ല. അപ്പം ഇങ്ങനെയും ഒരു ബോഡി ഇമേജുള്ള ധാരാളം ആൾക്കാർ എന്നെ സമീപിക്കാറുണ്ട്. ഇപ്പം ഈ ഒരു യുഗത്തിൽ നമ്മളിപ്പം പറയുണ്ടായി വെയിറ്റിനെ കുറിച്ചുള്ള ഒരു ഉത്കണ്ഠ കൂടി വന്ന ഒരു കാലഘട്ടമാണ്. എല്ലാവരും വെയിറ്റ് സെൻട്രിക് ആവുകയാണ്. ഈ ഡിസ്റ്റോർട്ടഡ് ബോഡി ഇമേജ് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് എന്തോരം കുറഞ്ഞാലും മതിയാവില്ല. ആൻഡ് അത് ഒരു ഹെൽത്തി വെയിറ്റ് എന്താണ്, അൺഹെൽത്തി വെയിറ്റ് എന്താണ് എന്നൊക്കെ പലപ്പോഴും ഇതിൻ്റെ ഉള്ള ഡിസ്റ്റിങ്ഷൻസ് ഉദ്ദേശിച്ചത് ഇതിൻ്റെ ഒരു തിരിച്ചറിവ് പലപ്പോഴും ഇറ്റ് ഗെറ്റ്സ് കൺഫ്യൂസിങ്. അതാണ് നമ്മൾ കണ്ടുവന്നത്. ഡോക്ടർ, ഏതൊരു ഏജിലാണ് ആളുകൾ കോഷ്യസ് ആവേണ്ടത് അവരുടെ വെയിറ്റിനെ പറ്റി? അത് യങ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ വേണമെങ്കിൽ രണ്ട് ഘട്ടമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇപ്പം ചൈൽഡ്ഹുഡിൽ എപ്പോഴും ഒരു ഐഡിയൽ ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് തന്നെയാണ് ഈ കുട്ടികൾക്ക് നല്ലത്. ബിക്കോസ് വെയിറ്റ് കൂടിയാലും വെയിറ്റ് കുറഞ്ഞാലും അത് ആക്ച്വലി മാൽന്യൂട്രിഷൻ എന്ന് പറയും. മീൻസ് ഇപ്പം നമ്മൾ ന്യൂട്രിഷൻ്റെ കൂടുതലുണ്ടെങ്കിലും അത് നല്ലതല്ല, ന്യൂട്രിഷൻ്റെ കുറവുണ്ടെങ്കിലും നല്ലതല്ല. അപ്പോൾ രണ്ട് രീതിയിലും അത് എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ന്യൂട്രിഷൻ്റെ കൂടുതൽ വരിക എന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് അവർക്ക് കൊളസ്ട്രോൾ ലെവൽ, അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ, അല്ലെങ്കിൽ സോൾട്ട് ഇൻടേക്ക്, ഇതേപോലെ കാര്യങ്ങൾ കൂടുതലെടുത്താലും അവർക്ക് കൊളസ്ട്രോൾ പ്രശ്നങ്ങളുണ്ടാവും. ഈവൻ 8 വയസ്സ് 10 വയസ്സ് ഇവരെയൊക്കെ ഈ കുട്ടികളെയൊക്കെ ഇപ്പോൾ നമ്മൾ ബ്ലഡ് പ്രഷറും കൊളസ്ട്രോളും ഇതൊക്കെ നോക്കാൻ തുടങ്ങുകയാണെങ്കിൽ വിൽ ബി ഷോക്ക്ഡ്. ഇപ്പം തന്നെ 1% ഈ കുട്ടികൾക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ തന്നെ കണ്ടു തുടങ്ങാൻ നല്ല സാധ്യതയുണ്ട്. ആൻഡ് ഭാവിയിൽ എനിക്ക് തോന്നുന്നു ഈ സ്ക്രീനിങ് ഒക്കെ ചിലപ്പോൾ നമ്മൾ 8 വയസ്സ് 10 വയസ്സിലൊക്കെ തുടങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ, ദാറ്റ് ഈ ഒരു പ്രായത്തിൽ തന്നെ പേരൻസ് വേണം ഐഡിയൽ ബോഡി വെയ്റ്റ്. അപ്പോൾ അവരുടെ പീഡിയാട്രിഷ്യൻസിൻ്റെ ഒരു നേതൃത്വത്തിൽ എന്തായിരിക്കും ഐഡിയൽ ബോഡി വെയ്റ്റ്, എന്തായിരിക്കും അവരുടെ ഐഡിയൽ ടൈപ്പ് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി, എന്തായിരിക്കും അവരുടെ ഒരു ഐഡിയൽ ന്യൂട്രിഷണൽ സ്റ്റേറ്റസ്, അല്ലെങ്കിൽ ഭക്ഷണ രീതിയൊക്കെ എന്തായിരിക്കണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അത് ഓഫ് കോഴ്സ് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു കാലഘട്ടം തന്നെയാണത്. പിന്നെ അത് കഴിഞ്ഞ് ഇവർ ഒരു പെരി പ്യൂബർട്ടൽ അല്ലെങ്കിൽ പോസ്റ്റ് പ്യൂബർട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15, 16, 18 വയസ്സ്, അപ്പോൾ അവർ അഡൾട്ട്സായി മാറി. അപ്പം ഈ ചെറിയ പ്രായത്തിൽ അവർ ഇതൊക്കെ റെഗുലേറ്റ് ചെയ്തില്ലെങ്കിൽ അപ്പം തന്നെ തടിയുള്ള കുട്ടികൾ ഭാവിയിലും തടിയുള്ള അഡൾട്ട്സ് ആവാൻ സാധ്യതയുണ്ട്. അപ്പം തന്നെ റെഗുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത്. ഈ ബോഡി ഇമേജിൻ്റെ ഈ ഒരു പ്രശ്നം കൊണ്ട്, ഒരു ഒബ്സഷൻ കൊണ്ട് പലരും പല റോങ് ആയിട്ടുള്ള ഡയറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ചിലപ്പോൾ മരണപ്പെട്ട് തന്നെ പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. സോ അങ്ങനെയുള്ള ആളുകളോട് എന്താണ് പറയുക? എനിക്ക് തോന്നുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബി ഹെൽത്തി. അപ്പിയറൻസിനേലും കൂടുതൽ നമുക്ക് വേണ്ടത് ദീർഘായുസാണല്ലോ. ഇപ്പം നമ്മൾ ഒരു ഇമ്മീഡിയറ്റ് ഒരു ഇതിനു വേണ്ടി, റിസൾട്ട്സിന് വേണ്ടി, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്
ഒരു പെർട്ടിക്കുലർ ഗോളിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒരു റോള്, ഒരു സിനിമയിൽ ഒരു റോള്, അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു കല്യാണം, അതിനുവേണ്ടി എനിക്ക് ഈ ഡ്രസ്സ് ഇടണം, അല്ലെങ്കിൽ ഇനി അവരുടെ തന്നെ കല്യാണമായിരിക്കും, അപ്പോൾ അവർക്ക് ഇന്ന രീതിയിൽ അത് കഴിയുമ്പോൾ പിന്നെ ആ ഒരു ഇത് പോകും. അപ്പം അങ്ങനത്തെ ഒരു ഒബ്സെഷൻ എന്ന് പറയുന്നത് അതിൽ എനിക്ക് വലിയ കാര്യം തോന്നുന്നില്ല. ബിക്കോസ് ഇതൊക്കെ ഒരു സ്കിൻ ഡീപ്പായിട്ടുള്ള അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഇതാണല്ലോ. ബട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ചർച്ച ചെയ്യേണ്ടത് വാട്ട് ഇസ് 1-2 ദിവസത്തെ കാര്യമല്ല, അങ്ങോളം വരെ, ആൻഡ് ഹൗ ടു ലിവ് ഹെൽത്തി, ഹൗ ടു എങ്ങനെ ഡിസീസ് ഫ്രീ ആയിട്ട് നമ്മുടെ ആയുസ് ഏറ്റവും കൂടുതൽ ആൻഡ് ഏറ്റവും ഫുൾഫിൽഡ് ആയിട്ട് ഏറ്റവും എൻറിച്ച്ഡ് ആയിട്ടുള്ള ജീവിതം ലിവ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാണ്ട് നമ്മൾ സൈസ് 0 ആണോ 6 പാക്ക് ആണോ, ബിക്കോസ് ഇതൊക്കെ കുറച്ച് നാളാണ് നമുക്ക് കീപ്പപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതിൽ ഈ ഒരു ഡിസ്കഷനിൽ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. ബിക്കോസ് എനിക്കറിയാം ദറ്റ് ഇതെല്ലാം ജസ്റ്റ് കുറച്ച് നാളത്തേക്കുള്ള കാര്യമാണ്. വെറസ് നമ്മൾ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അങ്ങോളം വരെ എങ്ങനെ ഇത് ഒരു ഹെൽത്തി ലൈഫ് ലിവ് ചെയ്യാം. സോ ദ പോയിന്റ് ഇസ് ഹൗ ടു ബി ഹെൽത്തി, നോട്ട് ടു ലുക്സ് അല്ല, ഇന്റേർണലി ഹെൽത്തി. ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് വെയിറ്റ് കുറയ്ക്കാവുന്ന ഒരു സൊല്യൂഷൻ എങ്ങനെയാണ്? എപ്പോഴും ആ ഒരു കാര്യത്തിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും അതിൽ മാറ്റം വന്നിട്ടില്ല. വിച്ച് മീൻസ് ദാറ്റ് ഒരു പ്രോപ്പർ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്നതിലും കൂടുതൽ നമ്മൾ ബേൺ ചെയ്യുക. നമ്മളിപ്പം അൾട്ടിമേറ്റ്ലി എന്താണ് നമ്മുടെ കലോറിക് ഇൻടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന കാലറീസ് അത് ബേൺ ചെയ്യുക, നമ്മൾ ആഡിക്വറ്റ്ലി യൂസ് ചെയ്ത് കളയാന്നുള്ള ഒരു ഇതാണല്ലോ. അപ്പം ഒരാൾ വെയിറ്റ് ഗെയിൻ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് ഏതെങ്കിലും ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ അവർക്ക് ആവശ്യത്തിനേലും കൂടുതൽ കാലറീസ് അവർ ഇൻപുട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഇൻപുട്ട് ചെയ്യുന്ന കാലറീസ് അവർ കത്തിച്ച് കളയുന്നില്ല. അപ്പോൾ എക്സസ് കാലറീസ് നമ്മുടെ ബോഡിയിൽ കിടക്കുവാണ്, അത് കൊഴുപ്പായി മാറുവാണ്. അപ്പം അതാണ് ഒബിസിറ്റിയുടെ ബേസിക് സിമ്പിൾ എക്സ്പ്ലനേഷൻ. പക്ഷേ ഇത്ര സിമ്പിളൊന്നും അല്ല. ബിക്കോസ് നമ്മൾ കാണാറുണ്ട് 2 വ്യക്തികൾ, സെയിം സാഹചര്യം, സെയിം ഫുഡ്, സെയിം ഫിസിക്കൽ ആക്ടിവിറ്റി, സെയിം എവറിഥിങ്, പക്ഷേ ഇവർ രണ്ട് രീതിയിലായിരിക്കും അവരുടെ വെയിറ്റ് പോകുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാലറീസ് ഇൻ ദിസ് കാലറീസ് ഔട്ട് എന്നുള്ള ഇത് അത് ശരിയല്ല എന്ന് ഇതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാവും. എൻ്റെ ഒരു മെസ്സേജ് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ടു ബി ഹെൽത്തി മോർ ദൻ അപ്പിയറൻസ്. വാട്ട് ഇസ് ഇറ്റ് ടു ബി, എന്തുകൊണ്ട് നമ്മൾ ഹെൽത്തി ആയിരിക്കണം? അപ്പിയറൻസിനേലും ഉപരി നമ്മൾ ഡിസീസ് ഫ്രീ ആയിരിക്കണം. ഇനി അസുഖങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഈ അസുഖങ്ങൾ എങ്ങനെ ബെറ്റർ, ഈ വെയിറ്റ് ലോസ് മൂലം എങ്ങനെ ബെറ്റർ കൺട്രോൾ ചെയ്യാൻ പറ്റും, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എങ്ങനെ നമുക്ക് അസുഖങ്ങളെ തടുക്കാൻ പറ്റും, അതായിരിക്കണം ഇതിൻ്റെ മോർ ദൻ അപ്പിയറൻസ്. അങ്ങനെ പോണതായിരിക്കും കുറേം കൂടെ ലോങ് ടേം ആയിട്ടുള്ള ഒരു അപ്രോച്ച്. ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ ഒത്തിരി അധികം വെയിറ്റ് ലോസ് ഇഞ്ചെക്ഷൻസ് ആൻഡ് മെഡിസിൻസ് അവൈലബിൾ ആണ്. ഇത് എത്രത്തോളം എഫക്റ്റീവ് ആണ്? ഈ അടുത്ത് വരെ നമുക്ക് ഈ അമിതവണ്ണം ചികിത്സിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള ഒരു കാര്യമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഏറ്റവും ഡിഫിക്കൾട്ട് തിങ് ടു ട്രീറ്റ് ആയിരുന്നു അമിതവണ്ണം. അപ്പോൾ എന്നെ പോലത്തെ ഡോക്ടർമാർക്ക് ഈ അടുത്ത് വരെ വളരെ ഫ്രസ്ട്രേറ്റിംഗ് ആയിരുന്നു. നമുക്കൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, വെറും വാക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഇത് എഫക്റ്റീവായിട്ട് ചികിത്സിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് വെരി ഇഫക്റ്റീവ് സ്ട്രാറ്റജീസ് വന്നിട്ടുണ്ട്. ഇത് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലുള്ളിൽ നമുക്ക് വെരി ഇഫക്റ്റീവ് സ്ട്രാറ്റജീസ്, ഈ വെരി ഇഫക്റ്റീവ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി വെയ്റ്റ് ഒരു 20% കൂടുതൽ കുറയ്ക്കാൻ പറ്റുന്ന സ്ട്രാറ്റജീസാണ് ഞങ്ങൾ വെരി ഇഫക്റ്റീവ് സ്ട്രാറ്റജീസ് എന്ന് പറയാം. അല്ലെങ്കിൽ വേറെ രീതിയിലും പറയും സെക്കൻഡ് ജനറേഷൻ ഈ വണ്ണത്തിനുള്ള മരുന്നുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നൂതനമായിട്ട് വന്നിട്ടുള്ള മരുന്നുകൾ. ഈ മരുന്നുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചികിത്സാ രീതി ഇൻ ദ സെൻസ്, ഇൻഫാക്റ്റ് അമിതവണ്ണത്തിനും അതിനുപരി ഇപ്പോൾ ഡയബറ്റീസിനും വേറെ ഹൃദ്രോഗത്തിനും ഇതിനൊക്കെ ഈ വെയിറ്റ് കുറയുമ്പോൾ ഇതെല്ലാം ഈ അസുഖങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ ഇതിനൊക്കെ ഇമ്പാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചേഞ്ചാണ് മെഡിക്കൽ സയൻസിൽ വന്നേക്കുന്നത്. ഫോർ ദ ഫസ്റ്റ് ടൈം ഇപ്പം നമുക്ക് പറയാം, നമുക്ക് വണ്ണം നന്നായിട്ട് ചികിത്സിക്കാം, എഫക്റ്റീവായിട്ട് ചികിത്സിക്കാം, അതുമൂലം വന്ന അസുഖങ്ങളും വളരെയധികം നന്നായിട്ട് ചികിത്സിക്കാം. സോ എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യത്തിന് ഒരു ഉത്തരം എന്ന് പറയുന്നത് ശരിയാണ്. നമുക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള മരുന്നുകളുണ്ട്, പക്ഷേ ഈ മരുന്നുകൾ കുറവുള്ളൂ. വിരലിൽ എണ്ണാൻ പോലെ 2-3 മരുന്നുകളുള്ളൂ. ബാക്കിയൊക്കെ
ഈ പറഞ്ഞ പോലെ വെറുതെ പ്രൊപ്പഗേൻഡയാണ്. അതിനകത്തൊക്കെ എത്രയൊക്കെ സത്യമുണ്ടെന്ന് എനിക്കറിയില്ല. അതിനെക്കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ല. വേറൊന്നുമില്ല, അതിനകത്ത് എവിഡൻസ് ഇല്ല. എഫക്റ്റീവായിട്ട് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഏതൊക്കെ മെഡിസിൻസ് ആണ്? അപ്പോൾ നമുക്കിപ്പം കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ എന്ന് പറയുന്നത്, ഒന്ന് സെമഗ്ലൂട്ടൈഡ് എന്ന് പറഞ്ഞ മരുന്ന്. ഇതെല്ലാം GLP-1 റിസപ്റ്റർ ആഗണിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഇനം ഫാമിലിയിൽ പെടുന്ന മരുന്നുകളാണ്. ഈ മരുന്ന് ഞങ്ങൾ ഇന്നലെ തുടങ്ങി ഉപയോഗിക്കുന്നതല്ല. ഞങ്ങൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് ആണ്. പക്ഷേ നമ്മളത് ആദ്യം എക്സിനറ്റൈഡ് വന്നു. അത് 2010-12 കാലഘട്ടത്തിൽ എക്സിനറ്റൈഡ് വന്നു. അത് ഞാൻ ലിറഗ്ലൂട്ടൈഡ്, ഇതെല്ലാം പ്രമേഹത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മരുന്നാണ്. ഡ്യുലഗ്ലൂട്ടൈഡ് വന്നു. അത് കഴിഞ്ഞ് ഇപ്പം 2018 സെമഗ്ലൂട്ടൈഡ് വന്നു. അത് കഴിഞ്ഞ് ടെർസെപ്പറ്റൈഡ് വന്നു. ഇനിയിപ്പം റിട്ടാറ്റൂറൈഡ് വന്നു. ഇങ്ങനെ കുറേ മരുന്നുകൾ ഈ ഒരു ഫാമിലിയിൽപ്പെട്ട മരുന്നുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മരുന്നുകൾ ഉപയോഗിക്കുമ്പം എസ്പെഷ്യലി ടെർസെപ്പറ്റൈഡ് എന്ന് പറഞ്ഞ ഈ മുൻജാറോ അല്ലെങ്കിൽ യോർപീക്ക് എന്നൊക്കെ പറഞ്ഞ മരുന്നുകൾ സെയിം മരുന്ന് തന്നെയാണ്. അപ്പോൾ ഈ മരുന്ന് ഞങ്ങൾ ഉപയോഗിക്കുമ്പം ഒരാൾക്ക് ഏകദേശം ഒരു 26% വെയിറ്റ് ലോസ് വരെ. ഇപ്പോൾ 10 പേര് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 4-5 പേർക്ക് 26% വെയിറ്റ് ലോസ്. ജസ്റ്റ് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് രാവും പകലും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അത്രമാത്രം അവർ ഒരു 6-8 മാസം കൊണ്ട് അവർ വെയിറ്റ് കുറയും. സോ ദേ ആർ ഓൾ വളരെ ഹാപ്പിയാണ്. ദേ ആർ ഓൾ ഡൂയിങ് വെരി വെൽ. ടെർസെപ്പറ്റൈഡ് ആക്ച്വലി കുറച്ചും കൂടെ കോസ്റ്റ്ലിയാണ്. ഏകദേശം സ്റ്റാർട്ടിംഗ് ഡോസ് തന്നെ നമ്മൾ 2.5 milligrams വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് ഒരു 13,500 വരും ഒരു മാസത്തെ തെറപ്പി. നേരെ മറിച്ച് ഈ സെമഗ്ലൂട്ടൈഡിന് 1,500 രൂപയൊക്കെയാണ്. ബിക്കോസ് ഇപ്പോൾ അതിന് വില ഭയങ്കരമായിട്ട് കുറഞ്ഞേക്കുന്നു. അതുകൂടാണ്ട് ഇപ്പോൾ ഇന്ത്യൻ കമ്പനീസ് കഴിഞ്ഞ 2 മാസം മുമ്പ് ഇന്ത്യൻ കമ്പനി സെമഗ്ലൂട്ടൈഡ് ഉണ്ടാക്കി തുടങ്ങി. അപ്പോൾ അതിൻ്റെ വില പിന്നെയും കുറഞ്ഞു. ഒരു ഇന്ത്യൻ കമ്പനിയുടെ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് ഏകദേശം 3,000 രൂപയുള്ളൂ ഒരു മാസത്തെ തെറപ്പിക്ക്. അപ്പോൾ അത്രമാത്രം കാര്യങ്ങൾ ചേഞ്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഒരാൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും നല്ല സമയമാണ് ഈ ഒരു നൂറ്റാണ്ടിൽ. ഇതെല്ലാം ഇതിനു മുമ്പ് നമുക്കിതൊന്നും സാധ്യത ആയിരുന്നില്ല. ഇതിൻ്റെ പോസിബിലിറ്റി വളരെ കുറവായിരുന്നു ഇത്രമാത്രം വെയിറ്റ് കുറയാനായിട്ട്. പക്ഷേ ഇപ്പം വി ആർ ഏബിൾ ടു നമുക്കത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. മരുന്നുകൾ ചീപ്പറായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സെമഗ്ലൂട്ടൈഡ്, ടെർസെപ്പറ്റൈഡ് ചീപ്പറായിട്ടില്ല. അത് പിന്നെ ഒരു 2-3 വർഷത്തേക്ക് അത് ചീപ്പറാവാനുള്ള ലക്ഷണം കാണുന്നില്ല. വേറെ സെമഗ്ലൂട്ടൈഡ് ചീപ്പറായിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ആൾക്കാർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കൂടുതൽ ആൾക്കാർക്ക് വെയിറ്റ് ഇതുമൂലം കുറയാൻ സാധ്യതയുണ്ട്. ഒരു മെഡിസിനിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും ഉള്ള സംശയമാണ് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാവുന്നത്. ഇതിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ? ബൈ ആൻഡ് ലാർജ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാനിപ്പം എനിക്ക് ഒരു പക്ഷേ മോർ ദൻ 1000 പേഷ്യൻസ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആൾക്കാർ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കണ്ടിന്യൂയിങ് ടു ഹെൽപ്പ്. അപ്പം ഈ പറഞ്ഞ ആൾക്കാരിൽ എനിക്ക് ഇത് ടോളറേറ്റ് ചെയ്യാണ്ട് പോയ ആൾക്കാരെന്ന് പറയുന്നത് 1000-1 ആരെയോ ആൾക്കാരാണ് അങ്ങനെ ഒരു പ്രോബ്ലം കാണിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ എടുക്കുന്ന എല്ലാവർക്കും ഒരു ചെറിയൊരു ഫുൾനെസ്സും ചെറിയൊരു ഫുഡ് കാണുമ്പോൾ ഒരു ഡിസ്റ്റേസ്റ്റും ഒക്കെ ഉണ്ടാവും. അതൊരു സൈഡ് എഫക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. ബിക്കോസ് ഈ മരുന്നിൻ്റെ എഫക്റ്റും സൈഡ് എഫക്റ്റും ഏകദേശം സെയിം ആണ്. ഒരുമാതിരി എല്ലാവരും ഈവൻ ദോ അവർ ഈ പറഞ്ഞ പോലെ ഈ ഒരു പ്രശ്നം എൻ്റെ അടുത്ത് പറഞ്ഞാലും അവർ ഹാപ്പിയാണ്. ബിക്കോസ് അവർ വെയിറ്റ് ലൂസ് ചെയ്യുവാണ്. ഓവറോൾ ദേ ഫീൽ മോർ എനർജറ്റിക്. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു ഇങ്ങനത്തെ ഒരു പ്രശ്നം അവരെ സംബന്ധിച്ച് അങ്ങനെ വലിയൊരു അവർ പറയും ജസ്റ്റ് ഫോർ സേക്ക് ഓഫ് ഇങ്ങനെ എൻ്റെ അടുത്ത് ഓക്കെ ഇന്നതാണ് ഞാൻ എക്സ്പീരിയൻസ്. പക്ഷേ അതൊരു പ്രോബ്ലം ആയിട്ടോ അല്ലെങ്കിൽ അതുമൂലം എനിക്ക് ഈ മരുന്ന് നിർത്തണമോ അങ്ങനെ ഒരിക്കലും, അങ്ങനെ വളരെ കുറച്ച് പേരാണ് അത് പറഞ്ഞിട്ടുള്ളൂ. ഭൂരിഭാഗം ആൾക്കാർ 99% ടോളറേറ്റഡ് വെരി വെൽ ആൻഡ് ദേ ആർ വെരി ഹാപ്പി. പക്ഷേ ശരിയാണ്, ചിലവർക്ക് ചെറിയൊരു ഫുൾനെസ്സും അല്ലെങ്കിൽ ചെറിയൊരു കോൺസ്റ്റിപ്പേഷനും ഒക്കെ കംപ്ലൈൻറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ അല്ലെങ്കിൽ ബൈ ആൻഡ് ലാർജ് വെരി സേഫ്. ഈ മരുന്ന് നിർത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും പോസിബിൾ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാൻ ചാൻസ്? ഏതൊരു രോഗം പോലെയാണ് അമിതവണ്ണം. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചു, ഈ ഒരു വണ്ണം വയ്ക്കുക എന്ന് പറയുന്നത് വെറും അവരുടെ ഒരു അലസത കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഇച്ഛാശക്തി കുറവ് കൊണ്ടോ അല്ലെങ്കിൽ അവർ മടിയന്മാരായതുകൊണ്ടോ അല്ല, പല കാരണം കൊണ്ട് ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ ഈ മരുന്നെന്ന് പറയുന്നത് വെറും അവരുടെ ആപ്പിറ്റൈറ്റ് കുറയ്ക്കുകയും അവരുടെ കലോറിക് ഇൻടേക്ക് അതുമൂലം കുറയുകയും, അപ്പോൾ അങ്ങനെ വരുമ്പം വരുന്ന വെയിറ്റ് ലോസ് ആണ് ഇതിനകത്ത് വാസ്തവത്തിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് നിർത്തുമ്പോൾ
നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മരുന്ന് ആ ഫണ്ടമെൻ്റൽ ഇതൊന്നും മാറ്റിയിട്ടില്ല. പിന്നെയും ഇവർ തിരിച്ച് പഴയ പോലെ ആവും. അവർ പഴയ, ബിക്കോസ് അവരുടെ ആ ഒരു ജനറ്റിക് പ്രീഡിസ്പോസിഷനും അവരുടെ കുറേ കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അവർ പഴയ രീതിയിലേക്ക് പിന്നെയും പോകും. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയാറുണ്ട്, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, നിങ്ങൾ എന്തൊക്കെ റിസോൾവ് ഉണ്ടെങ്കിലും ഇത് നിർത്തി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വെയിറ്റ് റീഗെയിൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഈ മരുന്നുകൾ എടുത്തിട്ട് നിർത്തുന്ന ആൾക്കാരിൽ ഒരു 1.5 വർഷം കൊണ്ട് ഒരു 80% ആൾക്കാരിൽ അവരുടെ 80% വെയിറ്റ് കുറഞ്ഞ 80% തിരിച്ച് അവർ റീഗെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ദാറ്റ് നമ്മളൊരു വെയിറ്റ് മെയിൻ്റനൻസ് സ്ട്രാറ്റജിയും കൂടെ പ്ലാൻ ചെയ്യണം. അത് ഞങ്ങൾക്ക് പല സ്ട്രാറ്റജീസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരം ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഈ മരുന്നുകൾ തന്നെ ചിലപ്പോൾ വീക്ക്ലി വൺസ് എടുക്കുന്ന സമയത്ത് ഞങ്ങൾ ചിലപ്പോൾ വൺസ് ഇൻ 2 വീക്സ് ആക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഡോസ് വളരെയധികം കുറയ്ക്കും. പിന്നെ ഓറൽ ഫോർമുലേഷൻസ്, ഇത് ഇപ്പം ഇഞ്ചെക്റ്റബിൾ എന്ന് പറഞ്ഞു, അതിലാണ് വെയിറ്റ് ലോസ് മെയിൻ ആയിട്ട് കണ്ടത്. ഇതിൻ്റെ ഓറൽ ഫോർമുലേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വില ഇപ്പം ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് അത് ചെയ്യാം. പക്ഷേ ഷോർട്ട് മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് നിർത്താൻ മീൻസ് നമ്മളിപ്പോൾ ഒരാൾ ഈ ഒബീസിറ്റി ഇപ്പം പ്രമേഹ ചികിത്സ എന്ന് പറയുന്നത് അത് ലൈഫ് ലോങ് ആണ്, നമുക്ക് നിർത്താൻ പറ്റില്ല. ബ്ലഡ് പ്രഷറിൻ്റെ ചികിത്സ ലൈഫ് ലോങ് ആണ്, ഹൃദ്രോഗത്തിൻ്റെ ചികിത്സ ലൈഫ് ലോങ് ആണ്, കൊളസ്ട്രോളിൻ്റെ. അപ്പം ഇതേപോലെയാണ് ഒബീസിറ്റി. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരാൾ ഇനി കുറച്ച് കഴിയുമ്പോൾ നിർത്തി പിന്നെ അങ്ങനെ തന്നെ വെയിറ്റ് നിൽക്കുമെന്ന് വിചാരിക്കണേൽ എനിക്ക് തോന്നുന്നത് അത് ശരിയല്ല. ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് ഹെർബൽ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഈ ഒരു വെയിറ്റ് ലോസിനെ ചൊല്ലിയിട്ടൊക്കെ ഉള്ളത്. അതൊക്കെ യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് എന്താ? ഡെഫിനറ്റ്ലി നോട്ട്. ഇപ്പം നമ്മൾ ചുറ്റിനും നോക്കുമ്പം ഏറ്റവും കൂടുതൽ ലിവർ ഫെയിലിയർ അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ, ഇതെല്ലാം ഞങ്ങളിതിന് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ലിവർ ഇഞ്ചുറി അല്ലെങ്കിൽ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് കിഡ്നി ഫെയിലിയർ. ഈ ഡ്രഗ് എന്ന് ഉദ്ദേശിച്ചത് ഇതേപോലത്തെ ഈ നോൺ പ്രിസ്ക്രിപ്റ്റീവ് ഓവർ ദ കൗണ്ടർ അല്ലെങ്കിൽ പല രീതിയിലും ഒന്നും വാലിഡേറ്റഡ് അല്ലാത്തത് എന്ന് പറഞ്ഞാൽ ഒന്നിനെ കുറിച്ചും പ്രോപ്പർ പഠനങ്ങൾ നടത്താത്തതും അല്ലെങ്കിൽ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു പ്രിസ്ക്രിപ്റ്റീവ് മരുന്നല്ലാത്ത ഇതൊക്കെ ഒരാൾക്ക് ഇതേപോലെ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ലിവർ ഇഞ്ചുറി അല്ലെങ്കിൽ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് കിഡ്നി ഫെയിലിയർ, ഇതാണ് നമ്മൾ ചുറ്റും നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ അവയവങ്ങൾ ബാധിക്കുന്നത് ഇതേപോലത്തെ മരുന്നുകളാണ്. സോ തീർച്ചയായിട്ടും അങ്ങനത്തെ എപ്പോഴും ഒരു പ്രിസ്ക്രിപ്റ്റീവ് ആയിരിക്കണം. എന്നെ പോലത്തെയോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് ഇതേപോലത്തെ മരുന്നുകൾ എടുക്കാൻ പാടുള്ളൂ. ആൻഡ് ഞങ്ങൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ആൾക്കാരെ വളരെ സേഫായിട്ട് നേർവഴിയിൽ ഒരു കുഴപ്പം വരാത്ത രീതിയിൽ വി ക്യാൻ ഗൈഡ്. ഇപ്പോൾ ഈ മൊജേറോ ഓസിംബിക് പോലുള്ള വെയിറ്റ് ലൂസ് പിൽസൊക്കെ ആളുകൾ ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ടൊക്കെ മേടിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു അഡിക്ഷൻ ആവാനുള്ള ഡിപ്പെൻഡൻസി കൂടാനുള്ള ചാൻസ് ഉണ്ട്. സോ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മരുന്നുകൾ മെയിനായിട്ട് ഇഞ്ചെക്റ്റബിൾസ് ആണ് എന്ന് പറഞ്ഞാൽ വീക്ക്ലി വൺസ് എടുക്കേണ്ട ഇഞ്ചെക്ഷനാണ്. പക്ഷേ ഇതിൻ്റെ ഇപ്പോൾ ഉദാഹരണത്തിന് ഒസെംപിക് എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ ഒസെംപിക്കിൻ്റെ ഓറൽ സെമഗ്ലൂട്ടൈഡ് വന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഓറൽ സെമഗ്ലൂട്ടൈഡ് ഇഞ്ചെക്റ്റബിൾ സെമഗ്ലൂട്ടൈഡിൻ്റെ ഈവൻ 10-20% വെയിറ്റ് ലോസ് ഓറലിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഓറൽ സെമഗ്ലൂട്ടൈഡ് കൂടുതലും ഡയബറ്റീസ് ചികിത്സിക്കാനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നിരുന്നത്. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ ഈ ഓറൽ സെമഗ്ലൂട്ടൈഡ് അധികം ഉപയോഗിക്കാറില്ല. വേറൊന്നും കൊണ്ടല്ല, ഇഞ്ചെക്റ്റബിൾ വന്നു. ആൻഡ് ഇഞ്ചെക്റ്റബിൾ ഇസ് മച്ച് മോർ എഫക്റ്റീവ്, ചീപ്പറും കൂടിയാണ്. മീൻസ് ഈ ഓറലിനേലും പകുതി വിലയേ ഉള്ളൂ ഇഞ്ചെക്റ്റബിളിന്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഓറൽ ഉപയോഗിക്കുന്നു? ഇതിൻ്റെ അഡിക്ഷനും ഇതിൻ്റെ മിസ്യൂസ്. അപ്പോൾ ഇന്ത്യയിൽ ഭാഗ്യത്തിന് നമ്മൾ നോക്കുമ്പോൾ ഇത് ഹൈലി പ്രിസ്ക്രിപ്ഷൻ ഓറിയൻറ്റഡ്. മീൻസ് ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലെങ്കിൽ ഈ മരുന്ന് മെഡിക്കൽ ഷോപ്പിന് കിട്ടില്ല. അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഈ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പം ഏതൊരു വ്യാജ ഡോക്ടറിനും വേണമെങ്കിൽ കൊടുക്കാം. ഒരു നമ്മൾ പറയുന്ന പോലെ ഇപ്പം ഒരു ഡോക്ടറിനുള്ള ഒരു ഇതെന്ന് പറഞ്ഞിട്ട് ഒരു എങ്ങനെ വേണമെങ്കിലും ഇപ്പം ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ഇത് കിട്ടാൻ ഇമ്പോസിബിൾ ഒന്നുമല്ല. നമുക്ക് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഏത് രീതിയിലും വേണമെങ്കിൽ കിട്ടാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനൊരു അഡിക്ഷൻ എന്ന് പറയാനായിട്ട്, ബിക്കോസ് ഇത് കുറച്ച് പണിയുണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എടുത്താലും നോക്കാനും ഇത് പിന്നെ എക്സസൈസ് ഇതൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഇത് എനിക്ക് പേടിയില്ല, അങ്ങനെ ഒരു മിസ്യൂസോ ഇതൊന്നും പേടിയില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട് ഇതിനകത്ത്, ആൾക്കാർക്ക് ദേ വോണ്ട് ടു ലുക്ക്, കല്യാണത്തിന് മുമ്പ് ലുക്ക് ബെറ്റർ അങ്ങനെയൊക്കെ പറഞ്ഞു നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൻ്റെയൊക്കെ ലെവൽ ഓഫ് മിസ്യൂസ് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതൊന്നും നേർവഴിയല്ല, ഇതൊരു കറക്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ല. സോ
അത് തന്നെ ആൾക്കാർ മനസ്സിലാക്കേണ്ടത് ഹൂ ഇസ് ദ റൈറ്റ്, അല്ലാണ്ട് ഒരു ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഹെയർ ട്രാൻസ്പ്ലാന്റ് സ്പെഷ്യലിസ്റ്റോ അല്ലെങ്കിൽ ഒരു യുനോ ഇതേപോലത്തെ ആൾക്കാരൊന്നും അല്ല ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റ്. അവരല്ല തീരുമാനിക്കേണ്ടത്. ഇറ്റ് ഈസ് എ ഹോർമോൺ സ്പെഷ്യലിസ്റ്റ്, ആൻ എൻഡോക്രൈനോളജിസ്റ്റ് വിത്ത് എ ടീം, ആർ ദ വൺസ് ഹു ആർ ബെസ്റ്റ് സൂട്ടഡ്. ഈവൻ ഇപ്പം എൻ്റെ കൊളീഗ്സ് തന്നെ, ഇപ്പോൾ കാർഡിയോളജിസ്റ്റ് ആവട്ടെ, ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റ് ആവട്ടെ, ഇവരൊക്കെ ഒരു പക്ഷേ കൂടുതലും പ്രിഫർ ചെയ്യുക ഞങ്ങളെപ്പോലത്തെ ഒരു എൻഡോക്രൈനോളജിസ്റ്റിൻ്റെ അടുത്ത് ഇത് ചെയ്തിട്ട് ആ ഒരു ടീമായിട്ട് അപ്രോച്ച് ചെയ്യാമെന്നാണ്. ബിക്കോസ് അവർക്ക് ഇതിൻ്റെ പുറകെ അവർക്ക് എഴുതി കൂടാന്നല്ല, പക്ഷേ എന്നിരുന്നാലും എൻഡോക്രൈനോളജിസ്റ്റ് ആണ് പ്രൈമറി ഇതേപോലത്തെ മരുന്ന് എഴുതേണ്ട ഒരു സ്പെഷ്യലിസ്റ്റ്. താങ്ക് യു സർ.